എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ മോൺസ്റ്റർ അതാണെങ്കിൽ ലോട്ടിട്ട് അത് തകർക്കാൻ ആഗ്രഹിക്കുന്ന ആ സിറ്റി തെരഞ്ഞെടുക്കുകയാണ്. സിറ്റി നമ്പർ 28. അത് പുൽമേട് സിറ്റിയാണ്. ഈ വിവരം അറിഞ്ഞ 28ലുള്ള ആൾക്കാർ അവരെല്ലാവരും അവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ സംഭവിക്കാനായിട്ട് തുടങ്ങും. ആക്സിഡൻസ്, പ്രശ്നങ്ങൾ, തെഫ്റ്റ്, അങ്ങനെ ഒരുപാട് മോശം കാര്യങ്ങൾ ആ സിറ്റിയിൽ സംഭവിക്കുകയാണ്. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ആ സിറ്റി ലക്ഷ്യമാക്കി ഇപ്പൊ കടന്നു പോകാൻ ശ്രമിക്കും. അതേസമയം മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ അവനെ തകർക്കാനായിട്ട് അവിടേക്ക് കടന്നു വരികയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ കുറെ കൂടെ നേരത്തെ ആ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് വരും. സ്ട്രെയിറ്റ് ആയിട്ട് അവനെ വെല്ലുവിളിക്കും. മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് ഇറങ്ങി വരും. അതിനുശേഷം മാർഷൽ ആർട്സ് മാനോട് പറയും, നിങ്ങൾ ഹ്യൂമൻസിന്റെ ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് ഇതാണ്, റെസ്പെക്ട് ചെയ്യില്ല. എന്റെ എൽഡർ ആണ്, സോ കുറച്ച് റെസ്പെക്ട് നിനക്ക് എനിക്ക് തന്നോടെ. നിനക്ക് ആദ്യം ഫൈറ്റ് ചെയ്ത് പഠിക്കാനായി ഞാൻ എൻ്റെ ഒരു മകനെ തരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വായിലൂടെ വലിയൊരു മുട്ട അതങ്ങനെ പുറത്തേക്ക് തുപ്പും. അടുത്ത നിമിഷം ആ മുട്ട പൊട്ടി മറ്റൊരു മോൺസ്റ്റർ പുറത്തേക്ക് വരികയാണ്. ഒരു ട്വിസ്റ്റ്, അത് നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവൻ പ്രതീക്ഷിച്ചതല്ല. അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സിറ്റി 28 കാണിക്കും. അവിടെയാണെങ്കിൽ ജനങ്ങളെല്ലാവരും ഇപ്പോഴും പാനിക്കായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. റോഡ് മുഴുവൻ വാഹനങ്ങൾ സ്റ്റക്കായി പോകാൻ കഴിയാത്ത അവസ്ഥയിൽ അങ്ങനെ ജനങ്ങളാണെങ്കിൽ ബഹളം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഒരു കാറാണെങ്കിൽ മറ്റൊരു കാറിൽ ഇടിച്ച് അതങ്ങനെ പൊട്ടിത്തെറിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആമേ ഹൗസിൽ ബുൽമയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. പന്നിക്കുട്ടൻ പറയും, ഇനി ഒരുപക്ഷെ നമ്മൾ ഭയപ്പെടും പോലെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ. അത് കേട്ട് ബുൽമ അവനോട് ദേഷ്യപ്പെടുകയാണ്. അവനാണെങ്കിൽ ഇതിലൊന്നും പറയാതെ തല അങ്ങനെ താഴ്ത്തി നിൽക്കും. ഇവിടെ ബുൽമയുടെ മമ്മിയും പപ്പയും അവർ രണ്ടുപേരും പോകാൻ തയ്യാറെടുക്കുകയാണ്. പപ്പയാണെങ്കിൽ ഓൾറെഡി സാധനങ്ങളൊക്കെ കയറ്റി ഇപ്പോൾ കറമ്പി പൂച്ചയും സൈക്കിളിൽ കയറ്റി അങ്ങനെ റൗണ്ട് അടിച്ച് കളിക്കുകയാണ്. അതേസമയം ഉൽമയുടെ അമ്മ അവരാണെങ്കിൽ ഓരോ ഡ്രസ്സുകൾ മാറി മാറിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഉൽമയുടെ പപ്പയ്ക്കാണെങ്കിൽ കൺട്രോൾ പോവും. ഓ നോ, നീ ഇത് കാണുന്നില്ലേ, വരാൻ പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു നഗരം മുഴുവനായിട്ട് നശിപ്പിക്കാൻ ആ മോൺസ്റ്റർ വരും. ഇതിനു മുൻപേ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് ഉൽമയുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ ടെൻസ്ഡ് ആവും. നിങ്ങൾക്ക് ഒരു പാന്റും ഷർട്ടും മാത്രം ഇട്ടാൽ മതി, ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ല, കറക്റ്റ് ഡ്രസ്സ് ഇടണം, അതുപോലെ തന്നെ മേക്കപ്സും അതൊക്കെ സെറ്റായെങ്കിൽ മാത്രമേ നമുക്ക് പുറത്തു പോകാനായിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മോൺസ്റ്റർ അല്ല, ആര് വന്നാലും ഞാൻ കറക്റ്റായിട്ട് ഡ്രസ്സ് ചെയ്ത് സെറ്റപ്പായിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങൂ. അത് കേട്ട് ഉമ്മയുടെ പപ്പയാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ വീണ്ടും സൈക്കിൾ ചവിട്ടിക്കൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ബുൽമയുടെ കോള് അതവിടെ കണക്റ്റ് ആവും. ഇവിടെ ബുൽമയാണെങ്കിൽ കണക്റ്റ് ആയതിൽ തുള്ളിച്ചാടും. അവളുടെ അമ്മ കോൾ എടുത്ത് അവളോട് പറയും, സിറ്റിയിൽ ആ മോൺസ്റ്റർ ഇപ്പൊ നാശം വിതയ്ക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പുറപ്പെടാനായി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഡ്രസ്സ് ഏതാണെന്ന് ഇപ്പോഴും ഫൈനലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല. ഞങ്ങൾ നിന്നെ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യും. ബുൽമയ്ക്കാണെങ്കിൽ കലി കയറും. അവളും വിഷയത്തിൽ ആ റിസീവർ അത് താഴെ വെക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മാർഷൽ ആർട്സ് മാൻ അവനാണെങ്കിൽ ഇപ്പം മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടിയെടുക്കും. എങ്ങനെയെങ്കിലും ആ ജൂനിയർ മോൺസ്റ്ററിന് മുൻപിൽ നിന്ന് തെന്നി മാറി ആ ഒരു മെയിൻ മോൺസ്റ്ററിനെ സെയിൽ ചെയ്യണം. മാർഷൽ ആർട്സ് മാൻ ഒരു സെക്കൻഡ് അവന്റെ കയ്യിലേക്ക് നോക്കും. അവന്റെ കയ്യിൽ ആ ഒരു കണ്ടെയ്നറിന്റെ പില്ലുണ്ട്. അതുപയോഗിച്ചാണ് അവന് ഫ്രീസ് ചെയ്യേണ്ടത്. സോ എങ്ങനെയെങ്കിലും ആ ഒരു ജൂനിയർ മോൺസ്റ്ററിനെ ഡൈവേർട്ട് ചെയ്ത് ആ മെയിൻ മോൺസ്റ്ററിന്റെ അടുത്തേക്ക് പോകാൻ മാർഷൽ ആർട്സ് മാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ജൂനിയർ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ മുൻപിൽ നിന്ന് പോവുകയില്ല. അവൻ ഏത് ഡയറക്ഷനിലേക്ക് മാറുന്നോ അതേ ഡയറക്ഷനിലേക്ക് അവനും തെന്നി മാറുകയാണ്. തലിയിളക്കിയ മാർഷൽ ആർട്സ് മാൻ ആളാണെങ്കിൽ ചാടി വന്ന് അതിനെ അറഞ്ച പുറഞ്ഞ് ഇട്ടിക്കും. പക്ഷെ അത് മാർഷൽ ആർട്സ് മാനെ പിടിച്ചു വലിച്ച് പഞ്ച് തെറിപ്പിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഗോകുവിനെ കാണിക്കും. അവനാണെങ്കിൽ ഉഷാറായിട്ട് ഫ്ലൈ ചെയ്ത് വരുന്ന അതേ സമയം ഇപ്പോ തൊട്ട് താഴെയായിട്ട് എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. ഗോകു ആണെങ്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് താഴേക്ക് നോക്കും. ആ ഒരു പെണ്ണിനെയും അവളുടെ പപ്പയെയും അവരെ രണ്ടുപേരെയും ഒരുപാട് സോൾജിയേഴ്സ് റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ അവളുടെ പപ്പയോട് പറയും, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്കിപ്പോൾ ആ ചീഫ് മോൺസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻ മാത്രമേ അനുസരിക്കാനായിട്ട് നിവൃത്തിയുള്ളൂ. മാർഷൽ ആർട്സ് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരെയും കൊന്നുകളയുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ. ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഗ്രഡ്ജ് അല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവരെല്ലാവരും ഗൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. ഗോകു ആണെങ്കിൽ അതുകൊണ്ട് വണ്ടറടിച്ച് താഴേക്ക് വരും. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ നിർത്താതെ ചറപറ ഷൂട്ട് ചെയ്യും. കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പയാണെങ്കിൽ ആളുടെ ആയുധം ഉപയോഗിച്ച് ആ തോക്കുകളെല്ലാം വെട്ടിത്തെറിപ്പിക്കുകയാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ തോറ്റുമടങ്ങാൻ തയ്യാറാവില്ല. ഒരു പില്ല് ഉപയോഗിച്ച് വലിയൊരു മിഷൻ ഗണ്ണ് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അതിലൂടെ ഒരു മിസൈൽ പുറത്തേക്ക് വിടും. മിസൈലാണെങ്കിൽ ആളുടെ ക്ലോസ് തന്നെ താമസം നമ്മുടെ ഗോകു അവൻ ചാടി വീണ് ആ മിസൈൽ തകർക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണും അവളുടെ പപ്പയും അവർ രണ്ടുപേരും ഗോകുവിനെ കണ്ട് സന്തോഷിക്കും. സോൾജിയേഴ്സ് ആണെങ്കിൽ വീണ്ടും അവർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുകയാണ്. അതുകൊണ്ട് ഗോകു ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് അല്പമെങ്കിലും നാണമുണ്ടോ ആ ഒരു മോൺസ്റ്റർ പറഞ്ഞനുസരിച്ച് തെറ്റും ചെയ്യാത്ത ഇവരെ പോലുള്ളവരെ അറ്റാക്ക് ചെയ്യാനായിട്ട്? ഒരു കാരണവശാലും നിങ്ങൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതിനാ സോൾജിയേഴ്സ് പറയും, ഇപ്പോ ആ മോൺസ്റ്റർ ആണ് ചീഫ്, ഞങ്ങളുടെ മുൻപിൽ വേറെ വഴിയില്ല, അവന്റെ ഓർഡേഴ്സ് അത് സ്വീകരിച്ചേ പറ്റൂന്ന് പറഞ്ഞ്
അവര് വീണ്ടും ഗൺ എയിം ചെയ്യും. ആണെങ്കിൽ ടെററായി അവരുടെ അടുത്തേക്ക് വരും. അടുത്ത നിമിഷം അവരാണെങ്കിൽ പേടിച്ച് അവിടുന്ന് ദൂരേക്ക് ഓടിപ്പോവാണ്. ഗോക്കു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ലോഞ്ച് പെണ്ണ്, അവളാണെങ്കിൽ അവളുടെ ഗണ്ണൊക്കെ തുടച്ച് മിനുക്കി വെക്കും. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ഒരുപാട് വെപ്പൻസും അവന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാണ്. ബൊൽമയാണെങ്കിൽ അവനോട് ചോദിക്കും, സത്യത്തിൽ നീ ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ചോ? നീ എടുക്കുന്നത് വലിയ റിസ്ക് ആണ്, തീർച്ചയായിട്ടും ഇതിൽ നിന്റെ ജീവൻ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതിന് ഹാൻസം ബോയ് പറയും, ഒരു കാരണവശാലും ഞാൻ ഇനി പിന്നോട്ടില്ല. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരുപാട് പേര് നമുക്ക് വേണ്ടി കൂടെയാണ് കൊല്ലപ്പെട്ടത്. സോ ഒരു കാരണവശാലും നമ്മൾ വെറുതെ ഇരിക്കാനായിട്ട് പാടില്ല. ആരൊക്കെ എതിർത്താലും കഴിവിന്റെ പരമാവധി ഞാൻ ആ മോൺസ്റ്ററിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അത് കേട്ട് ലോഞ്ച് പറയും, നിന്നോടൊപ്പം ഞാനും ഉണ്ട്, ഞാനും അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതിന് പുൽമ, ഞാനും പേടിച്ചിരിക്കാൻ തയ്യാറല്ല, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഒരു ടീം ഫോം ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പോൾ 28 സിറ്റി കാണിക്കും. അവിടെയുള്ള ജനങ്ങളെല്ലാവരും അവിടെ വിട്ടു പോയിരിക്കുകയാണ്. വേറെ കുറച്ച് വാഹനങ്ങളും ആൾതാമസമില്ലാത്ത ഒരുപാട് ബിൽഡിങ്ങുകളും മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നത്. കട്ട് ചെയ്ത ഇവിടെ മാർഷൽ ആർട്സ് മാൻ, അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ മെയിൻ മോൺസ്റ്ററിനെ ആ ഒരു ജാറിൽ അടയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അതിന് സമ്മതിക്കാതെ ആ ജൂനിയർ മോൺസ്റ്റർ അതാണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ തടഞ്ഞ് അവനെ പിടിച്ചു വലിച്ച് അങ്ങനെ പുറഞ്ച് പഞ്ച് ചെയ്യുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആളെ കൊണ്ട് പറ്റും പോലെ പഞ്ചുകൾ ബ്ലോക്ക് ചെയ്ത് തിരികെ പഞ്ച് ചെയ്യും. അസിസ്റ്റന്റ് ആണെങ്കിൽ മെയിൻ മോൺസ്റ്ററോട് പറയും, ഏകദേശം അവന്റെ കാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞു, നമുക്ക് എത്രയും വേഗം സിറ്റി നമ്പർ 28ലേക്ക് പോവാം. ഞാൻ മെയിൻ മോൺസ്റ്റർ പറയും, അല്പസമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവനെ കൊല്ലുന്നത് എനിക്ക് കാണണം. ഇവിടെ ആ ജൂനിയർ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് മാനെ പിടിച്ചു വലിച്ച് തല്ലി കൊല്ലുകയാണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ മാർഷൽ ആർട്സ് മാൻ അങ്ങനെ താഴെ അടിച്ചു വീഴും. ജൂനിയർ ബീസ്റ്റ് ആണെങ്കിൽ വീണ്ടും മാർഷൽ ആർട്സ് മാനെ പിടിച്ചു വലിക്കും. അടുത്ത നിമിഷം മാർഷൽ ആർട്സ് മാൻ അതിന്റെ കണ്ണിൽ ആഞ്ഞു കുത്തുകയാണ്. ആണെങ്കിൽ കണ്ണ് കാണാതെ വേദന കൊണ്ട് അത് നിലവിളിക്കും. ആ ഗ്യാപ്പില് മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ മോൺസ്റ്ററിന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കും. ആ മെയിൻ മോൺസ്റ്ററിനാണെങ്കിൽ അത് കണ്ട് ദേഷ്യം കൂടും. അവൻ അൺഫെയർ ആയിട്ടാണ് എന്റെ മകനോട് ഫൈറ്റ് ചെയ്തത്, പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, എന്റെ മകന്റെ മുൻപിൽ അവനെ കൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്ന് അതങ്ങനെ തീർത്ത് പറയാണ്. ഇവിടെ ആ മോൺസ്റ്റർ ആണെങ്കിൽ മാർഷൽ ആർട്സ് മാന്റെ കൈ അങ്ങനെ തട്ടി മാറ്റി അവനെ കറക്കി നിലത്തടിക്കുകയാണ്. അപ്പൊ ദൂരത്തായി നമ്മുടെ ഗോക്കു അവന്റെ ഫ്ലൈങ് നിംബസിൽ നല്ല സ്പീഡിൽ ഇവിടേക്ക് പറന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ ആ മെയിൻ മോൺസ്റ്ററും അസിസ്റ്റന്റും അവിടുന്ന് കടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അത് കണ്ട മാർഷൽ ആർട്സ് മാൻ ആള് ചാടി വന്ന് പില്ല് അവിടേക്ക് വലിച്ചെറിയും. അത് അടുത്ത നിമിഷം കണ്ടെയ്നറായിട്ട് മാറുകയാണ്. മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ അത് കണ്ട് പേടിക്കും. അതേസമയം മാർഷൽ ആർട്സ് മാൻ അവന്റെ പവർ ഉപയോഗിച്ച് ആ മോൺസ്റ്ററിനെ സമൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ മെയിൻ മോൺസ്റ്റർ അവന്റെ പവർ ഉപയോഗിച്ച് ആ ചാറ് തകർത്ത് കളയും. ആ ഒരു വലിയ പവർ അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മാർഷൽ ആർട്സ് മാൻ അവൻ താഴേക്ക് അടിച്ചു വീണ് പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ആവുകയാണ്. ആ മെയിൻ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ മൊത്തത്തിൽ ഇല്ലാതാക്കാനായിട്ട് അവന്റെ മകനോട് പറയും. ആ ഒരു ജൂനിയർ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ മാർഷൽ ആർട്സ് മാനെ മുഴുവനായിട്ടും കൊല്ലാൻ കൈ ചുരുട്ടി അങ്ങനെ ആഞ്ഞടിക്കാൻ തയ്യാറാവുകയാണ്. അടുത്ത നിമിഷം അവന്റെ നേർക്ക് വീഴുകയാണ് വലിയൊരു പഞ്ച്. ആ ഒരു പഞ്ചില് ആ ജൂനിയർ മോൺസ്റ്റർ ആണെങ്കിൽ തെറിച്ചു പോയി അടിച്ചു വീഴും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പതിയെ എന്താ സംഭവിച്ചതെന്ന് അറിയാനായിട്ട് തിരിഞ്ഞു നോക്കും. അറ്റാക്ക് ചെയ്ത് മറ്റാരുമല്ല, സാക്ഷാൽ ഗോക്കു. ഗോക്കുവിനെ കണ്ട് മാർഷൽ ആർട്സ് മാന് ഭയങ്കര സന്തോഷം. ഗോക്കു, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ടോ? ഗോക്കു ആണെങ്കിൽ മാർഷൽ ആർട്സ് മാനെ സമാധാനിപ്പിച്ച് ഇപ്പൊ മെയിൻ മോൺസ്റ്റർ നോക്കും. അവനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഇതുവരെ മരിച്ചില്ല അല്ലേ? എന്നെ ഇല്ലാതാക്കാനാണോ വീണ്ടും ഇവിടേക്ക് വന്നത്? ഞാനൊരു ഇമ്മോർട്ടലാണ്, നിന്നെ കൊണ്ട് അതിന് കഴിയില്ല. അടുത്ത നിമിഷം ആ ജൂനിയർ മോൺസ്റ്റർ ഇതാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ഗോക്കുവിന്റെ അടുത്തേക്ക് വന്ന് വമ്പ സ്പീഡിൽ കറങ്ങുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവിന്റെ പേര് വിളിച്ച് നിലവിളിക്കും. പക്ഷെ അടുത്ത സെക്കൻഡ് ഗോക്കു അവൻ കാലും അടക്കി ആ ഒരു മോൺസ്റ്ററിനെ ചവിട്ടി തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.